നമസ്കാരം. വർഷം തോറും ലോകത്താകമാനം ധാരാളം പേർക്കും ഷോക്ക് ഏൽക്കാറുണ്ട്. ഇത് മുറിവുകൾക്കും മരണത്തിനും വരെ കാരണമാകുന്നു. നമ്മുടെ ശരീരത്തു കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് ഷോക്ക് ഏൽക്കുന്നത്. ശരീരത്തിൽ കൂടി പാസ് ചെയ്ത കറണ്ടിന്റെ വോൾട്ടേജ്, ശരീരം കറണ്ടുമായി ഉണ്ടായിരുന്ന കോണ്ടാക്റ്റിന്റെ ടൈം ഡ്യൂറേഷൻ, ശരീരത്തിൽ കൂടി കറണ്ട് കടന്നു പോകുന്ന വഴി, ഈ മൂന്ന് കാര്യങ്ങളിൽ കൂടെയാണ് ഷോക്കിന്റെ കാഠിന്യം മനസ്സിലാക്കുന്നത്. ഷോക്ക് ഏറ്റാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ വൈദ്യുതിയുടെ സോഴ്സിൽ നിന്നും ആ വ്യക്തിയെ സെപ്പറേറ്റ് ചെയ്യണം. നനവില്ലാത്ത കട്ടിയുള്ള കമ്പോ പ്ലാസ്റ്റിക്കോ റബ്ബറോ ഉപയോഗിച്ച് വേണം സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഷോക്ക് ഏറ്റ ആളുമായി ഡയറക്റ്റ് കോണ്ടാക്ട് പാടില്ല. ഷോക്ക് ഏറ്റ ആളെ നല്ല ഉറപ്പുള്ള നിരപ്പായ പ്രതലത്തിൽ മലർത്തി കിടത്തുക. ആൾക്ക് തളർച്ചയോ വിളർച്ചയോ ഉണ്ടെങ്കിൽ നിലത്ത് മലർത്തി കിടത്തിയ ശേഷം കാല് ഉയർത്തി വെക്കുക. ശരീരത്തിന് തണുപ്പോ കിടുങ്ങലോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് പുതയ്ക്കുക. ഷോക്ക് ഏറ്റ ആൾക്ക് ചെറിയ രീതിയിലുള്ള പൊള്ളലുകൾ ഉണ്ടായാൽ 20 മുതൽ 25 മിനിറ്റ് വരെ തണുത്ത വെള്ളത്തിൽ ആ ഭാഗം കഴുകിക്കൊണ്ടേയിരിക്കുക. ഇത് പൊള്ളലേറ്റ ഭാഗം തണുക്കാനും കൂടുതലായുള്ള ടിഷ്യൂ ഡാമേജ് തടയാനും സഹായിക്കുന്നു. ഇനിയിപ്പോൾ ഷോക്കേറ്റ വ്യക്തി തെറിച്ചു വീണതാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്ത് എവിടെയെങ്കിലും മുറിവുകളോ പെയിനോ സ്വെല്ലിങ്ങോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. തെറിച്ചു വീഴുന്നത് മൂലം ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ ഒക്കെ സാധാരണമായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇനിയിപ്പോൾ പേഷ്യന്റിന് ബോധമില്ല എന്നുണ്ടെങ്കിൽ ആളുടെ തോളിൽ തട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പേഷ്യന്റിന്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ല എങ്കിൽ കഴുത്തിലെ പൾസ് നോക്കുക. അതായത് നമ്മുടെ കഴുത്തിലെ പ്രോമിനന്റ് ബോണിന്റെ ലാറ്ററലായിട്ട് 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ 2 വിരൽ വെച്ച് പൾസ് നോക്കുക. യൂഷ്വലി എല്ലാവർക്കും ഈ പൾസ് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. പൾസ് കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. മറിച്ചാണെങ്കിൽ വേഗം തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS, ചീഫ് മെഡിക്കൽ ഓഫീസർ, ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.